ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമാഫായി, റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ്, ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിനോദസഞ്ചാരികളുടെ പറുദീസയായ വർക്കലയിൽ 200 തരം അലങ്കാര മത്സ്യങ്ങളും വൈവിധ്യങ്ങളായ ജലസസ്യങ്ങളുടെയും അമൂല്യ ശേഖരമായ കേരള അക്വേറിയത്തിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സംസ്ഥാന സർക്കാരിൻ്റെ 2024 മികച്ച സംരംഭക പുരസ്കാരം നേടിയ ശ്രീ സജി ഭുവനചന്ദ്രൻ്റെയും ധന്യശ്രീയെയും നമുക്ക് പരിചയപ്പെടാം. ഹലോ സജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ധന്യ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഈ അക്വേറിയം തുടങ്ങിയിട്ട് എത്ര നാളായി സജി? നമ്മൾ ശരിക്കും ഇതിപ്പോൾ 5ാം വർഷത്തിലേക്കാണ് തുടങ്ങിയിട്ട്. അതിന് മുമ്പേ തന്നെ നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക്, കേരള അക്വേറിയത്തിലേക്ക് വന്ന രമ ടീച്ചർക്കും പ്രിയപ്പെട്ട സാറ് നമ്മുടെ ഭുവനേന്ദ്ര സാറിനും സ്വാഗതം പറയുന്നു. ഇത് ശരിക്കും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 3 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇപ്പോഴും നമ്മൾ എന്ത് സംരംഭം തുടങ്ങുമ്പോഴും ആ സംരംഭത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിനെ പൂർണ്ണമായി വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മുൻകാലങ്ങളിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ എൻ്റെ ഒരു അക്വേറിയം തുടങ്ങുന്നത്. അതിൽ നിന്നെല്ലാം മാറി ഇന്നുള്ള ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വന്നു, മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പം നമ്മളെ ഈ മാറുന്ന ലോകത്തിനനുസൃതമായി വന്ന മാറ്റങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 3 വർഷത്തോളം 3 വർഷം ഈ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചു. അതെ അതെ. അതിനുശേഷം നമ്മൾ 2019 ആണ് നമ്മുടെ സ്ഥാപനം. അതെ, കോവിഡ് സമയത്താണ്. ശരിക്കും കോവിഡ് തുടങ്ങി, അതായത് നമ്മുടെ അക്വേറിയം ഉദ്ഘാടനം ചെയ്യുന്ന ജനുവരി 12-നാണ്, 2019 ജനുവരി 12. കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 19-ാം തീയതിയാണ്. അത് കറക്റ്റായിട്ട് പറയാനുള്ള കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ഒരു ഫ്രൈഡേ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു. വീട്ടിലുള്ള സമയത്താണ് കോവിഡ് ഫുൾ ലോക്ക്ഡൗൺ ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാവരും വീട്ടിൽ ആയൊരു കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലഘട്ടം മറ്റുള്ള വ്യാപാരങ്ങളെ ബാധിച്ചെങ്കിലും, അതായത് പ്രതികൂലമായി ബാധിച്ചപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും ജോലി ചെയ്യുന്നവരായാലും പഠിക്കുന്നവരായാലും എല്ലാവരും വീട്ടില് മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലെത്തിയ, നമ്മളെ മാനസികമായി അത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്താണ് ഈ അലങ്കാര മത്സ്യങ്ങളും അതേപോലെ നല്ല പെറ്റ്സുകളെ ഒക്കെ കുറിച്ച് ആൾക്കാർ കൂടുതൽ തിരക്കുന്നതും ചിന്തിക്കുന്നതും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വന്നത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏകദേശം വെളുപ്പാങ്കാലം വരെ നമ്മുടെ അക്വേറിയം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്രത്തോളം കസ്റ്റമേഴ്സ് എത്തുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ കൃഷിയിലും തീർച്ചയായിട്ടും അതും കൂടി പറയേണ്ടതാണ്. ഞാൻ കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്നതാണ്. ടീച്ചർ നന്നായിട്ട് കൃഷി ചെയ്യുന്നതാണ്. കൃഷിയും ആ സമയത്താണ്. ഇതൊരു കൃഷിയാണ്, അലങ്കാര മത്സ്യം ഇതൊരു കൃഷി തന്നെയാണ്. ഇതിന് സംഘടന അങ്ങനെ എല്ലാം ഉള്ളതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ സജി, അതായത് നമുക്ക് ഇന്ന് കുട്ടികൾക്കെല്ലാം വളരെ സ്ട്രെസ്സാണ്. അവരെല്ലാം മൊബൈൽ കുത്തി ഇരിക്കുന്നവരാണ്. ഇതിലൊരു ചെറിയൊരു അക്വേറിയം വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ അവരുടെ ആ ആറ്റിറ്റ്യൂഡിനെ തന്നെ നമുക്കൊന്ന് മാറ്റിക്കൊണ്ട്. തീർച്ചയായും ടീച്ചർ പറഞ്ഞത് വളരെ വളരെ വലിയൊരു പോയിന്റാണ്. കാരണം ഇതില് സ്ട്രെസ് മാത്രമല്ല, കുട്ടികൾക്ക് മാനസികമായി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. മറ്റൊന്നുമല്ല, ഒന്നെന്ന് പറയുന്നത് കളിസ്ഥലങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടുകുടുംബം എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് നമ്മൾ അണു കുടുംബത്തിലേക്ക്, ചെറിയ ചെറിയ കുടുംബത്തിലേക്ക് വന്നു. അപ്പോൾ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് അച്ഛനോ അമ്മയോ ഉണ്ടാവും, അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർ രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ച് കുട്ടികൾ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അച്ഛനമ്മ അവിടെ ഉണ്ടാവണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇവർ ഈ വർക്കെല്ലാം കഴിഞ്ഞ് ഫുൾ ക്ഷീണിച്ച് വരുന്ന സമയത്ത് കുട്ടികളുടെ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറവായിരിക്കും. പിന്നെ പഠിക്കുന്ന
കാര്യത്തിലോട്ടായിരിക്കും. അവർക്കൊരു മനസ്സിനൊരു അതെ അതെ, ആ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പല കുട്ടികൾക്കും അമ്മമാര് തന്നെ, പാരന്റ്സ് തന്നെ ചിലപ്പം മൊബൈൽ കൊടുത്തിട്ട്, ചെറിയ കുട്ടികൾ മൊബൈൽ കൊടുത്തിട്ട് വീട്ടിലുള്ള ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. അവരെ ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷേ ആ മാനസിക വളർച്ച കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാനസികമായി വളരേണ്ട സമയം കുട്ടിക്കാലമാണ്. ആ ഒരു സമയത്ത് ഈ മൊബൈലുകളിൽ കൊടുക്കുകയും അതിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും, ഈ മൊബൈല് ശരിക്കും ഒരുപാട് നല്ല ഉപയോഗങ്ങളോടൊപ്പം തന്നെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഇതിലുണ്ട്. കാരണം നമുക്ക് അറിയാം, നമ്മുടെ കുട്ടിക്കാലം അല്ല ഇപ്പോഴത്തെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യുവതിയുവാക്കളിൽ തന്നെ ഒരുപാട് പേര് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നെല്ലാം മാറി നമുക്കൊരു വീട്ടിലൊരു അലങ്കാര മത്സ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പെറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ മനസ്സ് മാറി ഈ മൈൻഡ് സെറ്റ് എല്ലാം മാറി. ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ഒരാൾ പോലും ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിയിരുന്ന മനസ്സ് മൊത്തം റിലാക്സ് ആണ്. ഇതിന്റെ ആ ഓട്ടവും അതിന്റെ ചലനങ്ങളും അതിന്റെ കളികളും അത് എല്ലാം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇതാണ്. ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 17 വർഷം വർക്ക് ചെയ്തതാണ്. ഇദ്ദേഹം വൈഫ് ധന്യശ്രീ കോളേജിൽ എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്തു, ടൂറിസം ഡയറക്ടറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ റിലാക്സ് ആയത് ശരിക്കും ഈ ഒരു അക്യൂരത്തിൽ. ഇപ്പൊ നമ്മള് ഫുൾ ടൈം ഇതിന്റെ വർക്കാണ്. തീർച്ചയായും ഇത് മുഴുവൻ സമയം നമ്മളിപ്പോ ഇതിൽ. അപ്പൊ ഇനി സജി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര തരം അലങ്കാര മത്സ്യം? നമ്മൾ ഇപ്പോഴും 200 പരം അലങ്കാര മത്സ്യങ്ങൾ ചെയ്യുന്നുണ്ട്. 200 പരം എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മുടെ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ഫാമുകളിലുള്ള മത്സ്യങ്ങളുണ്ട്. അതല്ലാതെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട്, ഇപ്പോൾ തമിഴ്നാട്ടിലായിട്ടും ബ്രീഡ് ചെയ്യാൻ കേരളത്തിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളിൽ പ്രധാനമായിട്ട് ഇന്തോനേഷ്യ, മലേഷ്യ വരുത്തുന്നുണ്ട്. നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബ്രീഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഫാമുണ്ട്, ഫാമിംഗ് ചെയ്യുന്നു. അവിടെ ഇതിന്റെ സെയിൽ ഉണ്ടോ സജി? സെയിൽ നമ്മൾ ഡയറക്റ്റ്, അതായത് ഏജൻസിയൊക്കെ ആണ് കൊടുക്കുക. അതായത് ഫുൾ, അതായത് കൂടുതൽ ഹോൾസെയിലായിട്ട് അവിടെ നിന്ന് കൊടുക്കുക. എന്നിട്ട് അതായത് ഗവൺമെന്റ് ജോബ് വേണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഗവൺമെന്റ് ജോബ് ഞാൻ അന്നേ പോയിട്ടില്ല. കാരണം PSC ടെസ്റ്റ് വന്നു. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എനിക്ക് ആ സമയത്ത് തന്നെയാണ് ജോലിയിൽ ഞാൻ കയറിയത്. ഏറ്റവും നല്ല മഹീന്ദ്ര എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പ് മാനുഫാക്ചറാണ്. 2 വീലർ തൊട്ട് ഫ്ലൈറ്റ് വരെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ, മൾട്ടിനാഷണൽ കമ്പനിയിൽ ഏറ്റവും നല്ല പോസ്റ്റിൽ ഏരിയ മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു പോസ്റ്റ് ഇരുന്നപ്പോൾ തന്നെയാണ് ഞാൻ ഈ സംരംഭം, വൈഫാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ധന്യയെ സംബന്ധിച്ച് ധന്യ ഡബിൾ PG എടുത്ത് 2 PG എടുത്തു. അതിനുശേഷം കോളേജ് ലെക്ചറായിട്ട് ചിന്മയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ടൂറിസം ഡയറക്ടറേറ്റ് വർക്ക് ചെയ്തു. ഗവൺമെന്റ് ജോബിലാണെങ്കിൽ തീർച്ചയായും 2 പേരും ക്വാളിഫൈഡ് ആണ് ഗവൺമെന്റ് ജോലി ചെയ്യാൻ വരുന്നത്. ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ ഏറ്റവും നല്ല ഒരു മഹീന്ദ്രയെ പോലെ ഒരു കമ്പനിയിലൊക്കെ ഒരു ജോലി എന്ന് പറയുന്നത് പലരുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നതുല്യമായ ജോലിയിൽ പ്രൊഫൈലിൽ ഇരുന്നിട്ടാണ് നമ്മൾ സ്വന്തം സംരംഭം, ഈ സംരംഭം നമ്മുടെ വീടിന് മുകളിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള കാര്യം, അതിന്റെ കാര്യം ധന്യ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ. അതെന്താ ധന്യ? തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ജോലി ചെയ്യായിരുന്നു. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ നോക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തപ്പോൾ നമ്മൾ ഒരു ആലോചിച്ച് എന്താണ് നമുക്കൊരു വഴി, എന്തെങ്കിലും നമുക്ക് ചെറിയൊരു ബിസിനസ് ചെയ്താലോ. അങ്ങനെ കുറച്ച് ഈ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി നോക്കി, പക്ഷെ ഒന്നും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോഴാണ് വീട്ടിൻ്റെ മേളിൽ ഇപ്പം നമുക്ക് സൗകര്യമുള്ളത്. ഇത് വളരെ കുട്ടികളെ നോക്കാം, വീട്ടിലെ പേരൻസിനെ നോക്കാം, അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാം എല്ലാം മറക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് മെയിൻ കൺസേൺ. അതായത് മക്കൾ വരുമ്പോൾ നമ്മൾ അവൈലബിലിറ്റി, അതാണ് നമ്മൾ ഇതിലോട്ട്. ധന്യയുടെ വ്യൂവിൽ അത് ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്നുള്ള എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ തീർച്ചയായും ഇൻവെസ്റ്റ്മെന്റ് ഒരു വളരെ പ്രധാനമാണ്, അല്ല മൂലധനം എന്ന്. നമ്മൾ പുറത്ത് ഒരു റോഡ് സൈഡിലോട്ട് അല്ലെങ്കിൽ മെയിൻ ടൗണിലുള്ള മെയിൻ റോഡ് സൈഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്വന്തമായി അവിടെ കെട്ടിടം ഉണ്ടാകും. അവിടെ നമ്മൾ വാടകയ്ക്കായിരിക്കും എടുക്കുന്നത്. ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നത് വളരെ എമൗണ്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം നമ്മൾ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ചെയ്ത് റെന്റിന് ആകുമ്പോൾ ഇത് ആദ്യത്തെ ഇതിൽ എത്രത്തോളം ഇത് സക്സസ് ആവും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടി വരും. നമ്മൾ വർക്കലയുടെ ഹൃദയഭാഗമായ വർക്കല ശിവഗിരിക്കും വർക്കല റെയിൽവേ സ്റ്റേഷനും തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ സ്പേസ് ചെയ്തുകൂടാ? അപ്പോൾ ആ റെന്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും സ്വന്തമാകുമ്പോൾ. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു സമയമെടുത്ത് നമുക്ക് പ്രവർത്തിക്കുന്നതല്ല. ഒരു സാധാരണ ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു ടൈം വെച്ച് വർക്ക് ചെയ്യാം. ഇത് ചിലപ്പോൾ രാത്രി ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം വരുന്നത്. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉറക്കൊഴിഞ്ഞ് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയെല്ലാം ചിന്തിച്ച് നോക്കിയപ്പോൾ ഏറ്റവും ഉചിതമായത് ഇതാണ് എന്ന് ചിന്തിക്കുകയും
തീർച്ചയായും വരുന്ന കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുത്ത് നല്ല സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എവിടെയായാലും അവർ വീണ്ടും വരും എന്നുള്ള തെളിവാണ്. കഴിഞ്ഞ വർഷം നമ്മളെ 4ാം വാർഷികത്തിന് 25,000 നമ്മളെ കസ്റ്റമർ തികച്ചുകൊണ്ടാണ് നമ്മൾ 4ാം വാർഷികം 25,000 കസ്റ്റമേഴ്സ്. അത് അന്ന് തുടക്കം തൊട്ട് 2019 മുതൽ ഇന്ന് 2024 ഇന്ന് വരെയുള്ള കസ്റ്റമർ ഡേറ്റ നമ്മളെ കയ്യിൽ ഇന്നുമുണ്ട്, ഡേറ്റയുണ്ട്. ആ കസ്റ്റമറുമായിട്ട് ചോദിക്കട്ടെ, ആ കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വന്ന റിപ്പീറ്റ്, അതാണ് നമ്മളെ ഒരു വലിയ വിജയം. റിപ്പീറ്റ് ആയിട്ട് കസ്റ്റമർ വരുന്നു. തുടക്കം മുതലുള്ള കസ്റ്റമേഴ്സ് ഇന്നും വന്ന് സാധനം വാങ്ങിക്കുന്നത് മാത്രമല്ല, കുടുംബമായിട്ട് ഫാമിലി ആയിട്ട്. കാരണം നമുക്ക് ആ ഒരു റിലേഷൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ കേരള അക്വേറിയം ഒരു ഫാമിലി ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ്. ആ റിലേഷൻ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവർ പെട്ടെന്ന് വന്ന് ഓടി സംസാരിക്കുന്നതായാലും അന്നും ഇന്നും നമ്മളെ ബന്ധം കീപ്പ് ചെയ്ത് പോവുക. തന്നെ ഈ ഡബിൾ PG ഒക്കെ എടുത്ത് കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സംരംഭം തുടങ്ങിയപ്പോഴേ ഫാമിലിയിൽ നിന്ന് എങ്ങനെ സപ്പോർട്ടൊക്കെ വന്നു? ഓക്കെ, അത് മാം എനിക്ക് എന്തായാലും ഇത് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും സപ്പോർട്ട് എൻ്റെ ഫാമിലിയിൽ നിന്നുണ്ട്. അവർ താല്പര്യമായിരുന്നു. കാരണം ഇത് ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു, മക്കളെ ഒരു കൺസേൺ നമുക്ക് ഉണ്ടായത് കൂടി മാത്രമല്ല, കാരണം നമുക്കൊരു വരുമാനം നമ്മൾ ആരും ചിന്തിക്കുന്നതാണ്, കാരണം മക്കളെ വളർത്താനും എല്ലാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ കുറച്ചും കൂടി ഞാനും സ്ട്രെസ്ഡ് ആയിരുന്നു. നമ്മൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു വരുമാനം എന്നുള്ളതുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. അപ്പം എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഫാമിലിയിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ എത്ര കഠിനാധ്വാനം ചെയ്താലും നമ്മളൊരു സംരംഭം തുടങ്ങിയാൽ അത് വിജയത്തിൽ തന്നെ എത്തും എന്നുള്ളതാണ്. അതെ, ഫാമിലിയിലെ ഫുൾ സപ്പോർട്ടാണ് ഇതിന്റെ ഈ സംരംഭത്തിന്റെ പൂർണ്ണ വിജയം. തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും അതേപോലെ എൻ്റെ അനുജനായാലും ആരായാലും നമ്മളെ ബന്ധുക്കൾ അത്രയും പലരും പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് മുന്നോട്ട് നമ്മൾ നയിച്ചത് അവരെ ഒരു പ്രചോദനമായി. ഓക്കെ, അതായത് പിന്തിരിപ്പിക്കുന്നത് അവരവരുടെ കാര്യം ചെയ്യും. നമ്മൾ നമ്മുടെ നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ സംരംഭങ്ങൾ വിജയിക്കൂ. കാരണം പലരും കളിയാക്കിയിട്ടുണ്ട് ഈ മീൻ വിൽക്കാനാണ് പോകുന്നത് അങ്ങനെ. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ഒന്നും എടുക്കാതെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് ഒരു ബെറ്റർ സംരംഭമാണെന്നാണ് എൻ്റെ എനിക്ക് തോന്നിയത്. സജി, ഇത് ഏത് തരത്തിലാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. വിദേശ രാജ്യം. ഇത് എന്തോ പേര്? ഇത് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്, അരോണ അങ്ങനെ പറയുന്ന ഫിഷുകളാണ്. ഇതെല്ലാം മോൺസ്റ്റർ ടൈപ്പ് ഫിഷുകളാണ്. അതായത് നല്ല വലിപ്പം വെക്കുന്ന ഫിഷ്, ധാരാളം ആരാധകരുള്ളവരാണ്. ഇതോ? അത് തന്നെയാണ് അരോണ എന്ന് പറയുന്നത്. അരോണ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വിവിധ കളറിൽ പോകുന്ന ഒരു ഫിഷാണ് ഈ മുകളിൽ കാണുന്നത്. അതെ, വിഡോ ടെട്ര എന്ന് പറയുന്നത്. ഇത് നല്ല സെയിലുണ്ട്. അതെ, നല്ല രീതിയിൽ. ഇത് പിന്നെ സജി ബ്രീഡ് ചെയ്യുന്ന വിഭാഗമാണോ? ഇത് ഇപ്പോഴും ഇവിടെ ബ്രീഡ് ആവുന്നുണ്ട്. ഇഷ്ടമുള്ളത് കളർഫുൾ ആയിട്ട്. അതെ അതെ, നല്ല വെറൈറ്റി കളറാണ്. അതെ 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 അതെ. ഇത് സിക്കിൾഡ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരിക്കും തമിഴ്നാട്ടിലാണ് ഇതിന്റെ ഉൽപാദനം. നമ്മൾ തന്നെ ബ്രീഡ് ചെയ്യാണ്. അല്ലല്ല, നമ്മളൊരു സുഹൃത്തിന്റെ ഫാമിലി. ഓക്കെ. ഇത് വിവിധ തരം ഗപ്പി എന്ന് പറയുന്ന കേരളത്തിൽ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ സജി, ഈ ഗപ്പികളെ ഈ മൊത്തം എത്ര തരം ഗപ്പി? ഏകദേശം നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു 36ഓളം വെറൈറ്റി ഗപ്പികൾ നമ്മൾ ബ്രീഡ് ചെയ്യും. അതെ, നമ്മൾ ഇതിൽ തന്നെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം നല്ല സെയിലല്ലേ? ഗപ്പിയുടെ കച്ചവടം പൂർവാധികം നന്നായി വരികയാണ്. അത് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ നല്ല ബ്രീഡേഴ്സുകളുണ്ട്, അവരുമായിട്ടും അവരെ സാധനം കൂടി നമ്മൾ എടുത്ത് കൊടുക്കും. ഇത് ഏത് വെറൈറ്റിയിലെ? ഇത് ആൽബിനോ അരോണയാണ്. ഇത് നല്ല ഇണക്കമുള്ളതാണ്. നമ്മളോട് നന്നായിട്ട് ഇണങ്ങി നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് ഓടി അടുത്ത് വരികയും എല്ലാം ചെയ്യുന്നതാണ്. ശരിക്കും ഈ മത്സ്യം ഇതില് ടീച്ചർ ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മൾ ബാക്കി എല്ലാ പെറ്റ്സ് പോലെ തന്നെ ഈ അലങ്കാര മത്സ്യങ്ങൾ നമ്മളോട് നന്നായി ഇണങ്ങും, നമ്മളെ തിരിച്ചറിയും, നമ്മളെ സ്നേഹിക്കും. നല്ല രീതിയിൽ സൗണ്ട് പോലും അവര് തിരിച്ചറിയുന്നതാണ്. നമ്മൾ അടുത്ത് വരുമ്പോ തന്നെ അവര് നമ്മളെ, അതായത് നമ്മൾ നായ്ക്കളെയൊക്കെ വളർത്തുന്നത് ബാക്കിയുള്ള പെറ്റ്സുകളെ പോലെ തന്നെ ഈ അലങ്കാര മത്സ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. അതെ 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 അതെ. ഇനി നമുക്ക് ഇതിന്റെ അക്സസറീസ്, എല്ലാവിധ അക്സസറീസും നമ്മളിൽ അവൈലബിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സാധനങ്ങളും. അക്വേറിയത്തിലേക്ക് ആവശ്യമായ അക്സസറീസ് എല്ലാം ഉണ്ട്. ഇത് കൂടാതെ ഈ വളർത്തു പക്ഷികളുടെ അങ്ങനെ വല്ല എല്ലാ അക്വേറിയത്തിന് ആവശ്യമായ അക്വേറിയം തന്നെ വിവിധ തരത്തിലുണ്ട്. മറൈൻ അക്വേറിയം ഉണ്ട്, ശുദ്ധജല അക്വേറിയം ഉണ്ട്, പ്ലാന്റഡ് ആയിട്ട് ഫുൾ പ്ലാന്റ്സ് മാത്രം വെച്ച് ചെയ്യുന്നുണ്ട്.
അതിനായിട്ടുള്ള മുഴുവൻ അതായത് മാസങ്ങളോളം വെള്ളം പോലും മാറ്റാതെ തന്നെ നമുക്ക് അക്യൂറേറ്റ് പരിപാലിക്കുന്ന മുഴുവൻ ഫിൽറ്ററിംഗ് സിസ്റ്റങ്ങൾ, യൂണിറ്റുകൾ, അതിനൊക്കെ തന്നെ ഡോഗിന്റെയും കാറ്റിന്റെയും എല്ലാ സാധനങ്ങളും, പക്ഷികളത് എല്ലാ സാധനങ്ങളും, ഇതിന് മത്സ്യത്തിന്റെ ആക്സസറീസ് വാങ്ങിക്കുന്നവർക്ക് തന്നെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ടും കമ്പനികൾ നേരിട്ട് തന്നെയാണ്. അത് കൊള്ളാം. തീർച്ചയായിട്ടും അതിനൊരു വലിയ സെക്ഷൻ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ അലങ്കാര മത്സ്യങ്ങളെ നമ്മൾ വാങ്ങുന്നത് കൂടാതെ നമ്മളിത് വീടുകളിൽ ചെന്ന് അവർക്ക് സെറ്റ് ചെയ്യാനുള്ള തീർച്ചയായും നമ്മൾ വീടുകളിലായാലും സ്ഥാപനങ്ങളിലായിരിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷമുള്ള സർവീസ് ചെയ്ത് കൊടുക്കുകയും സർവീസും ഉണ്ട്. അതായത് നമ്മൾ വീടുകളിൽ ചെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയും അത് പിന്നെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊള്ളാം. ഇനി വേറൊരു കാര്യം എനിക്ക് അറിയാനുള്ളത്, ഇത് ഈ സെയിലിന് വരുന്ന ആളുകൾ കൂടാതെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണണമെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നാൽ അവർക്ക് കാണാനൊരു സൗകര്യം ഒരുക്കി കൊടുക്കാറുണ്ട്. സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല കോളേജിൽ നിന്ന് വരാറുണ്ട്. നമ്മുടെ അടുത്തുള്ള BEd കോളേജ്, നമ്മുടെ നെടുങ്കണ്ട കോളേജിൽ നിന്ന് വരാറുണ്ട്, വർക്കല SM കോളേജിൽ നിന്ന് വരാറുണ്ട്, വിദ്യാലയങ്ങളിൽ നിന്ന് വരാറുണ്ട്. ഇത് കൂടാതെ നമ്മൾ സ്കൂളുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവരൊക്കെ ഷോ ചെയ്യുന്ന രീതിയിലൊക്കെ. അപ്പോൾ നമുക്ക് ഇത് കോളേജ് സ്റ്റുഡൻസിനെക്കാളും കൂടുതൽ ഇഷ്ടം വരുന്നത് കുട്ടികൾക്കാണ്, വിദ്യാർത്ഥികൾക്കാണ്, 10th വരെയുള്ള. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വന്ന് കാണാനും സൗജന്യമായിട്ട് മുഴുവൻ സമയം വന്നവരെ കാണാനുള്ള. വെരി ഗുഡ്, അതൊരു നല്ല ആശയമാണ്. സജീവ്, എനിക്ക് ഇനി അറിയേണ്ടത്, ഈ ഒരു അക്വേറിയം നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങി, ഇതിലൂടെ മറ്റ് ആളുകൾക്ക് എത്ര പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? തീർച്ചയായും. നമ്മള് നേരത്തെ ടീച്ചർ ചോദിച്ചു, നമ്മുടെ ജോലി ഉപേക്ഷിച്ചാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയത്. ജോലി ഉപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, നമ്മൾ ഒരു 5 പേർക്കെങ്കിലും സ്വന്തമായി തൊഴിൽ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളത്. ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു 5 കുടുംബത്തെങ്കിലും സഹായിക്കാൻ സാധിച്ചാൽ അത്രയും നല്ല കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങിയത്. ഇത് നമ്മുടെ സ്ഥാപനത്തിൽ 5 പേര് നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആൾക്കാരും ഫുൾ ക്ലീനിങ് ഒക്കെ, അതെ, ക്ലീനിങ് ആയാലും ഡ്രൈവിംഗിന്റെ ഇതായാലും നമ്മുടെ സെറ്റിംഗ്സിന്റെ സമയത്തൊക്കെ ആയാലും അങ്ങനെ വർക്ക് ചെയ്യുന്ന 5 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭകൻ കൂടിയാണ് സജി. വളരെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സന്തോഷം മാത്രമല്ല അഭിമാനമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വർഷത്തെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സംരംഭകരെ അവാർഡ് നമുക്കാണ് ലഭിച്ചത്. കേരള അക്യൂറത്തിനാണ്. ഒരുപാട് പേര് വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു, ഷൂട്ടിങ്ങിന് വരാം എന്നെല്ലാം പറഞ്ഞിട്ടും ആദ്യമായി ഈ അവാർഡ് ലഭിച്ച ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഈ ഒരു ചെറിയ വീഡിയോയുമായി എത്തിയത് ടീച്ചറാണ്. അതിനുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ടീച്ചർ ഒരു അധ്യാപിക കൂടിയായിരുന്നു, ഒരു ഗുരുനാഥയാണ്. നമ്മളുടെ ഈ സ്ഥാപനത്തിനും നമുക്ക് എപ്പോഴും ടീച്ചറുടെ അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും തികഞ്ഞ താല്പര്യവും കഠിനമായ പരിശ്രമവും ഏത് സംരംഭത്തെയും ഉന്നതിയിൽ എത്തിക്കാം എന്നതിന് തെളിവാണ് സജി ധന്യശ്രീ ദമ്പതികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.